പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ പരിശുദ്ധ ദേവമാതാവിനോടും തിരുക്കുമാരനോടും കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രവീണ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. വയനാട് ജില്ലയിൽ അധ്യാപികയായി വർക്ക് ചെയ്യുകയാണ്. 2023 ഡിസംബർ 7-ന് ഡിസംബർ 21-നാണ് ആദ്യമായി ഞാൻ കൃപാസനത്തിൽ വന്ന് അന്ന് ഉടമ്പടി എടുത്തിരുന്നു. ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെയാണ് വന്നത്. ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് വന്നതായിരുന്നു. പക്ഷേ ഇവിടെ എത്തി ആദ്യം കാല് കുത്തുമ്പോൾ തന്നെ ഒരു ടീച്ചർ അടുത്ത് വന്ന് പരിചയപ്പെടുകയും മുഴുവൻ സമയവും കൂടെ ഉണ്ടാവുകയും ചെയ്തു. ഉടമ്പടി കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നെങ്കിലും അമ്മയുടെ സുഗന്ധാഭിഷേകം കിട്ടിയിരുന്നു. ജപമാലയോട് ഭയങ്കരമായിട്ടുള്ള ഒരു പാഷൻ വരികയും ബൈബിളൊക്കെ വായിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാവുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും അത് കണ്ടിന്യൂ ഉടമ്പടി പുതുക്കിയില്ല. പിന്നെ 2024 ഡിസംബർ 21-നാണ് കഴിഞ്ഞ വർഷം വന്ന് ഞാനും മോളും കൂടി വന്ന് ഉടമ്പടി രണ്ടാമതും എടുത്തത്. ഞാൻ അധ്യാപികയായി ജോലി ചെയ്യുന്നതിന് മുമ്പ് കോർപ്പറേഷനിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. നല്ല പോസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടുന്ന് റെസിഗ്നേഷൻ തന്നിട്ടാണ് പുതിയൊരു അധ്യാപക ജോലിയിലേക്ക് പോയത്. അതിൽ ഒരുപാട് സാമ്പത്തികമായ നഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഹൈക്കോടതിയിലൊരു കേസ് നിലവിലുണ്ടായിരുന്നു. 2019 മുതൽ കേസ് നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രൊബേഷനൊന്നും ഡിക്ലെയർ ചെയ്തിരുന്നില്ല. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. ഈ കാരണങ്ങൾ ആയിരുന്നു എനിക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഒന്നാമത് വന്നത്. പിന്നെ മോളുടെ അസുഖവും അവളുടെ കോഴ്സിൻ്റെ കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തു. ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്കും തന്നെ മാതാവ് ഞാൻ മലപ്പുറം ജില്ലയിലായിരുന്നു ആദ്യം ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ 2 ജില്ലകളിലെയും പ്രൊബേഷൻ്റെ പേപ്പറുകൾ ശരിയാവാനുണ്ടായിരുന്നു. 1 വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്നതായിരുന്നു. അങ്ങനെ ഓരോ ജില്ലയിലെയും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റ് മാതാവ് പ്രാർത്ഥിക്കുമ്പോൾ കാണിച്ചു തരികയും ആ ഡേറ്റിന് തന്നെ പ്രൊബേഷൻ ഡിക്ലെയർ ആവുകയും ഏപ്രിൽ 1 ആകുമ്പോഴത്തേക്ക് എല്ലാ പേപ്പറുകളും ശരിയായി കിട്ടുകയും ചെയ്തു. മാർച്ച് മാസത്തിൽ ഞങ്ങൾ ഉടമ്പടി ആദ്യമായിട്ട് പുതുക്കാൻ വന്ന സമയത്ത് വരുമ്പം തന്നെ ഭയങ്കര അനുഗ്രഹങ്ങളായിരുന്നു. മാതാവിനോട് കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ വരുന്നതായതുകൊണ്ട് ട്രെയിനിൽ തിരക്കായിരിക്കും. അപ്പം ഞങ്ങൾ പിന്നെ മാതാവിനോടത് പറഞ്ഞിരുന്നു. ഭയങ്കര ക്ഷീണിക്കും, ഇവിടെ വന്ന് ഉറങ്ങിപ്പോകും എന്നൊക്കെ ഒരു സങ്കടം പറഞ്ഞിരുന്നു. വരുമ്പം തന്നെ ഞങ്ങൾ ട്രെയിനകത്ത് നിൽക്കുമ്പോൾ അന്ധനായ ഒരു ആൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കോച്ച് ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് അവിടെ കൈപിടിച്ച് കയറ്റിത്തരാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ 2 പേരും കൂടി അവിടെ കയറ്റി കൊടുത്തു. തൊട്ടിപ്പുറത്ത് കണ്ട കോച്ചിൽ കയറി. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടായിരുന്നു. സുഖമായിട്ട് ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ആദ്യം തന്നെ ഹസ്ബൻഡിനെ വിളിച്ചപ്പം എന്നോട് പറഞ്ഞത് 1 വർഷമായിട്ട് റബ്ബറിൻ്റെ മരം കച്ചവടം ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ടായിരുന്നു. ആരും വന്നിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല, പൈസയൊന്നും ഒക്കുന്നുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് ആദ്യം തന്നെ പറഞ്ഞത് രാവിലെ തന്നെ ഒരാൾ വിളിച്ചു, അഡ്വാൻസും എടുത്തിട്ട് ആണ് വന്നത്. റബ്ബർ മരം നോക്കി, അത് കച്ചവടമായി എന്നാണ് പറഞ്ഞത്. ഞാനും മോളും ഉടമ്പടിയിൽ പുതുക്കാൻ വന്നപ്പോൾ എഴുതിയത് മാതാവ് ഞങ്ങളുടെ കൂടെ വരണം എന്നായിരുന്നു. ഞങ്ങളന്ന് പോകുമ്പോൾ 4 സ്ഥലത്ത് മഴവില്ല് കണ്ടു. അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു. തിരിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ 2 പേരും കൂടി സമ്പൂർണ്ണ ജപമാല ചൊല്ലിയപ്പോൾ ഒരു മെഴുകുതിരി മുഴുവൻ ഉരുകി മാതാവിൻ്റെ രൂപമായിട്ട് ഞങ്ങൾക്ക് തന്നു. അതിപ്പോഴും വീട്ടിലുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്തുണ്ട്. പ്രൊബേഷൻ്റെ പേപ്പറുകൾ ശരിയായി, സാമ്പത്തിക പ്രയാസങ്ങൾ കുറേ മാറിക്കിട്ടി. ഉടമ്പടി പുതുക്കിയിട്ട് പോകുമ്പോൾ ഞാനിവിടുന്ന് മാതാവിൻ്റെ ഒരു കീ ചെയിൻ വാങ്ങിച്ചിരുന്നു. മാതാവ് എപ്പോഴെങ്കിലും എനിക്ക് വണ്ടി തരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ കുറച്ച് പൈസ കയ്യിൽ വന്നു. അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഈ പൈസ എങ്ങനെ ചിലവാക്കണം എന്നുള്ളത് മാതാവ് തീരുമാനിച്ച് തരണം. എപ്പോഴും ഞാനാണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളത്, അതെപ്പോഴും പലപ്പോഴും പാളി പോവാറുണ്ട്. ഇത് മാതാവ് തന്നെ ഡീൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം വണ്ടി വാങ്ങാമെന്നുള്ളൊരു പ്ലാനിൽ മുറ്റം റെഡിയാക്കാൻ തുടങ്ങി. അത് പൈസ തികയില്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും ആ പൈസ ഏറ്റവും നന്നായി വിനിയോഗിക്കുന്ന രീതിയിൽ മുറ്റം കെട്ടുകയും അത് സിമൻറ്റ് തേക്കുകയും ഒക്കെ ചെയ്തു. വീട് നല്ല വൃത്തിയായി. അത് കഴിഞ്ഞപ്പം ഞാൻ വണ്ടി ബുക്ക് ചെയ്യാൻ ആലോചിക്കാൻ തുടങ്ങി. മുറ്റം ഇൻ്റർലോക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതിന് പൈസ തികഞ്ഞില്ല. അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു, വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അവസാനം ഞാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കാത്ത അത്രയും നല്ലൊരു വണ്ടി, അതും ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഗ്രേ കളറാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് മാതാവിൻ്റെ തീരുമാനമായിരുന്നല്ലോ. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവാണ് എന്നെ കൊണ്ട് ഈ വണ്ടി ഈ കളറിൽ ബുക്ക് ചെയ്യിച്ചതെങ്കിൽ
എനിക്ക് മുറ്റം ചെയ്യാനുള്ള പൈസ കൂടി, ഇൻ്റർലോക്ക് ചെയ്യാനുള്ള പൈസ കൂടി മാതാവ് തരണം. അത് വേറെ ഏതെങ്കിലും തരത്തിൽ തരണ്ട, വണ്ടിയുടെ ഷോറൂമിൽ നിന്ന് തന്നെ എനിക്ക് ആ പൈസ കുറച്ച് കിട്ടണമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുതിയൊരു വാർത്ത വന്നു, GST കുറയാൻ പോവാണ്, വണ്ടികൾക്ക് വില കുറയുന്നുണ്ട് എന്നൊരു വാർത്ത വന്നു. ഓണത്തിൻ്റെ റിഡക്ഷനും വന്നു. അങ്ങനെ ഏകദേശം 1 ലക്ഷം രൂപയോളം തന്നെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയിൽ കുറവ് വരികയും എനിക്ക് മുറ്റം ഇൻ്റർലോക്ക് ചെയ്യാനുള്ള പൈസ കൂടി അതിൽ നിന്ന് മാതാവ് ആക്കിത്തരികയും ചെയ്തു. അതിൻ്റെ പേപ്പറുകളെല്ലാം കുറച്ച് ഡിലേ ആയിട്ടാണ്, അത്രയും നീണ്ടു പോയ അവസാനം ഈ ഒരു സമയത്ത് തന്നെ മാതാവ് എന്നെ കൊണ്ട് കറക്റ്റായിട്ട് എടുപ്പിച്ചത്. അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. കണ്ണിന് സീരിയസ് ആയിട്ടുള്ളൊരു അസുഖം എനിക്കുണ്ടായിരുന്നു. അത് മുമ്പ് 2019 ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഈശോ മാറ്റിത്തന്നതായിരുന്നു. പിന്നീട് കഴിഞ്ഞ മാസം പിന്നെയും അസുഖം ചെറുതായി വരാൻ തുടങ്ങി. 2-3 പ്രാവശ്യം ഡോക്ടറെ കാണിച്ചു. പിന്നെ എനിക്ക് മതിയായി. അപ്പോൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ തലേ ദിവസം കണ്ണിന് ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നി. എന്തായാലും ഡോക്ടർ പറയും ഇത് പിന്നെയും കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നു മനസ്സിലായപ്പം തൈലം തൊട്ട് കണ്ണിൽ പ്രാർത്ഥിച്ചിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, നാളെ ഡോക്ടർ എന്നോട് പറയണം ഇനി മരുന്നൊന്നും കണ്ടിന്യൂ ചെയ്യേണ്ട, ഇത് മാറി എന്ന് പറയണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആശുപത്രി പോയി കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു മാറി, ഇനി പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. അതുപോലെ മോൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ മോള് പറയും. എൻ്റെ പേര് കൃഷ്ണ ഗൗതമി. ഞാൻ ഇതേപോലെ ഡിസംബർ 21 തീയതി 2024 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്ത് കോഴ്സ് എടുക്കണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ധാരണ ഇല്ലാതെയാണ് ഞാൻ എൻജിനീയറിങ്ങിൻ്റെ JEE റിപ്പീറ്റിങ്ങിന് ചേർന്നത്. അപ്പം JEE അതൊരു പകുതി ഒക്കെ ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അതായത് ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കാരണം കെമിസ്ട്രി ഫിസിക്സൊക്കെ എനിക്ക് ഡീൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിൻ്റെ എക്സ്ട്രീം ആങ്സൈറ്റി, അതേപോലെ കുറേ ബുദ്ധിമുട്ടുണ്ടായി, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നു. പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കാനുള്ള കഴിവ് പോയോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു അതിലിടക്ക്. അപ്പം അമ്മ എന്നെ കൂട്ടി കുറേ കൗൺസിലിങ്ങിനൊക്കെ പോയി. പക്ഷേ വ്യക്തമായിട്ട് പിന്നെ ഇനി എന്തെടുക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല. കാരണം ഒന്നാമത് ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി. അപ്പം വേറെ ഏതൊരു കോഴ്സ് എടുക്കുന്ന സമയത്തും ഇതും ഞാൻ ഡ്രോപ്പ് ചെയ്യുമെന്നുള്ളൊരു ഒറ്റ കോൺസ്റ്റൻറ്റ് നെഗറ്റീവ് തോട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കോഴ്സിനെ പറ്റി നോക്കിയെങ്കിലും എല്ലാത്തിൻ്റെയും എന്തെങ്കിലും നെഗറ്റീവ് ഞാൻ കണ്ടുപിടിച്ച് അത് അവോയ്ഡ് ആക്കി. ആ ടൈമിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് ഒരു ചാപ്പലെങ്കിലും ഉള്ള, അല്ലെങ്കിൽ ഒരു പള്ളി വല്ല ഉള്ളത് ഒരു കോളേജ് വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതേപോലെ എനിക്ക് പഠിക്കാൻ പറ്റിയ, എനിക്ക് ഏതാണ് കോഴ്സ് എന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു കോഴ്സും തിരഞ്ഞെടുക്കണമെന്ന് ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചു. അപ്പം ആദ്യമൊന്നും ഞാനങ്ങനെ ഭയങ്കര വിശ്വസിച്ചോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ട് ഞാനിവിടെ വന്നപ്പം. പിന്നെ വീട്ടിൽ നിന്ന് പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കിങ്ങനെ എന്തൊക്കെയോ പ്രസൻസൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരു തവണ എനിക്ക് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ സൈഡ് വേദന വരും. അപ്പം ഒരു തവണ നല്ല രീതിക്ക് വന്നു. ഞാൻ ഇങ്ങനെ ഒരു 2-3 ദിവസം ഞാൻ സ്ട്രെയിറ്റ് കിടപ്പിലായി. പിന്നെ ഭയങ്കര അതിൻ്റെയൊക്കെ ക്ഷീണത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു തവണ എൻ്റെ അമ്മ ഒരു സൈഡിലൂടെ ഇങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ കിടന്നതിൻ്റെ ഇപ്പുറം അമ്മയാന്ന് വെച്ചിട്ട് ഞാൻ പിടിച്ചു വലിച്ചു. ഇത് സ്വപ്നമാണോ എന്താണെന്ന് എനിക്ക് അപ്പം മനസ്സിലായില്ല. പിന്നെ ഞാൻ അമ്മയുടെ മടിയിലാണ് കിടന്നത്. പക്ഷെ ഞാൻ ഫീൽ ചെയ്തത് ഒരു ഭയങ്കര സോഫ്റ്റ് ടെക്സ്ചറായിട്ടുള്ളൊരു തുണിയുടെ മേലെ എന്നെ ആരോ കെട്ടിപ്പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. അമ്മ അതിന് മുന്നേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, തൈലം കൊണ്ട് മാതാവിനോട് ഇനി എനിക്കിത് വരരുത്, മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം പിന്നെ വന്നിട്ടില്ല, അത് മാറി. അങ്ങനെ പ്രസൻസൊക്കെ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് വെറുതെ അല്ല എന്ന്. പിന്നെ ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പം കുറച്ചുകൂടെ വിശ്വാസമായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ പറഞ്ഞു, നമുക്ക് പിറ്റത്തെ ദിവസത്തെ ഡെയിലി ബ്രെഡിന് ശേഷം ഇവർ അപ്ലോഡ് ചെയ്യുന്ന ഫസ്റ്റത്തെ സാക്ഷ്യത്തിൽ പറയുന്ന കോഴ്സ് എടുക്കാമെന്ന്. അങ്ങനെ സാക്ഷ്യം നോക്കിയ സമയത്ത് ഫസ്റ്റത്തത് എന്തോ ഒരു PG ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള എക്സാമിനെ പറ്റിയായിരുന്നു. അപ്പം ഞാൻ ഇതിലും ഇല്ലേന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ സെക്കൻഡ് നിയോഗമായിട്ട് ചേച്ചി പറഞ്ഞത് ആ ചേച്ചിയുടെ അനിയൻ്റെ BBA കോഴ്സിനെ പറ്റിയിട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ BBAനെ പറ്റി ചിന്തിച്ചത്. അങ്ങനെ അതിനെപ്പറ്റി ഒരു 1 വീക്ക് കൊണ്ട് ഞാൻ ഫൈനലൈസ് ചെയ്തു. എനിക്ക് കാര്യമായിട്ട് നെഗറ്റീവ്സ് ഒന്നും കിട്ടിയില്ല. പിന്നെ കോളേജ് അതേപോലെ സെൻറ്റ് ജോസഫ് ദേവഗിരിയിൽ ഇതേപോലെ തന്നെ നല്ലൊരു പള്ളിയുണ്ട്. അങ്ങനെ ഒരു കോളേജ് എനിക്ക് മാതാവ് തന്നെ സെലക്ട് ചെയ്ത് തന്നത്.
ഒരു പ്രശ്നമില്ലാതെ സ്മൂത്തായിട്ട് അവിടേക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. ഞാൻ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഞാൻ ഈ ഒരു കോഴ്സ് എനിക്കൊരു പ്രശ്നമില്ല. ഫസ്റ്റ് സെം കഴിഞ്ഞു, അത്യാവശ്യം നല്ല മാർക്കുണ്ട്. പിന്നെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അതേപോലെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഞാൻ 2 തവണ ഞാൻ ഫെയിലായി. അതായത് ഞാൻ നല്ല രീതിക്ക് പഠിക്കുന്ന സമയത്ത് ഓടിക്കെങ്കിലും ടെസ്റ്റിൻ്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ കാരണമൊക്കെ ഞാൻ എപ്പോഴും ഫെയിലായി. അപ്പം 2 മാസം ഡിഫറൻസ് വരും. അതായത് ഒരു തവണ ഫെയിലായി കഴിഞ്ഞു ഞാൻ. പിന്നെ അപ്പം ഇത് ഇവിടെ കോഴിക്കോടാണ് ഞാൻ പഠിക്കുന്നത്. കണ്ണൂരേക്ക് പോയി ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് പറ്റുന്നില്ലായിരുന്നു. 3ാമത്തെ തവണ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചിട്ട് പോയി. എന്നിട്ടും ഇൻഡിക്കേറ്റർ ഇടാനും വിട്ടുപോയി. അതേപോലെ ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കാനൊക്കെ വിട്ടുപോയി. അങ്ങനെ അയാൾ എന്നെ പിന്നെ ഫെയിലാക്കി. അടുത്ത തവണ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അത് എനിക്ക് ശരിക്കും നല്ല വിഷമമായി. കാരണം ഞാൻ അത്രയും പ്രാർത്ഥിച്ചിരുന്നു, ഇനിയും ഞാൻ വരണമല്ലോ എന്നൊക്കെ ആലോചിച്ച്. അങ്ങനെ ഞാൻ നേരെ അന്ന് കോഴിക്കോടേക്കാണ് പോയത്. പോകുന്ന വഴി ദേവഗിരി കോളേജിൻ്റെ പള്ളി കയറി. അവിടുന്ന് ഞാനൊരു പേപ്പറിൽ മാതാവിൻ്റെ മുന്നിൽ നിന്ന് എഴുതി, എനിക്ക് ഇന്ന് 12 മണി കഴിയുന്നതിന് മുന്നേ ഇത് ഫെയിലായി എന്ന് എനിക്കറിയാം, പക്ഷെ പാസ്സായി എന്നുള്ള മെസ്സേജ് എനിക്ക് എന്തായാലും കിട്ടണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിലെഴുതി, ഇനി അഥവാ ഇല്ലെങ്കിൽ തന്നെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ മാതാവിനെ എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി അവിടെ വെച്ചു. പിന്നെ എനിക്ക് കോളേജിൽ ക്യാമ്പായിരുന്നു അന്ന്. അപ്പം ക്യാമ്പിൻ്റെ തിരക്കിൽ ഇതൊക്കെ മറന്നുപോയി. ലാസ്റ്റ് രാത്രി 12 മണിയായപ്പോഴാണ് ഫ്രീ ആയത്. അപ്പോഴാണ് ഫോൺ കിട്ടിയത്. അപ്പം ഫോൺ കിട്ടി ഫസ്റ്റ് ഞാൻ കണ്ട മെസ്സേജ് ഞാൻ പാസ്സായി എന്നുള്ളതായിരുന്നു. അപ്പം ഇത് എന്നിട്ടും എനിക്കപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഇത് കാരണം അയാൾ എന്നെ നോക്കി പറഞ്ഞത് ഇത് ഫെയിലായിന്ന്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട്, അവൾ ഓൾറെഡി പാസ്സായതായിരുന്നു, അവളോട് ഞാൻ ചോദിച്ചു ഇത് ശരിക്കും പാസ്സാണോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു പാസ്സായിന്ന്. അങ്ങനെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞു. മോൾക്ക് 12 വയസ്സ് വരെ ഭയങ്കര ശ്വാസം മുട്ടലും അസുഖങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് മാറി കിട്ടിയതായിരുന്നു. ഉടമ്പടി എടുക്കാൻ വരുന്നതിന് കുറച്ച് മുന്നേ പിന്നെയും അലർജിയും ശ്വാസം മുട്ടലും വളരെ ശക്തമായി ഒരു പ്രാവശ്യം വന്നു. ഞാനതിൽ വളരെ വിഷമിച്ചിരുന്നു. അപ്പോൾ ഉടമ്പടിയിൽ ഞാനത് വെച്ചിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഒരിക്കലും മോൾക്ക് ആ അസുഖം ഉണ്ടായിട്ടില്ല. പൂർണ്ണമായിട്ടും മാതാവ് അത് മാറ്റിത്തന്നു. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം. എന്ത് പ്രശ്നം കൊണ്ട് രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാലും പിറ്റേ ദിവസത്തെ രാവിലെ പ്രാർത്ഥനയിൽ അച്ഛൻ ആ ഒരു പ്രശ്നം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഞാൻ വീട്ടിൽ ഒരു തൊഴുത്തും ഒരു കാർ ഷെഡും പണിയണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരാഴ്ചയോളം അച്ഛൻ ഡെയിലി അത് തന്നെ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഡെയിലി ബ്രെഡിൽ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ തന്നെ പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പഞ്ചായത്തിലൊരു ഓഫീസിലൊരു വില്ലേജിൽ ഒരു കടലാസ് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ കോടതിയിൽ ഒരു കടലാസോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അന്നത്തെ പ്രാർത്ഥനയിൽ അച്ഛൻ അത് പറയുന്നുണ്ടാവും. അത് അന്ന് തന്നെ ശരിയാവുകയും ചെയ്യും. ഭയങ്കര അനുഗ്രഹമാണ്. അതുപോലെ ബൈബിള് വായിക്കുമ്പോൾ വചനങ്ങൾ കിട്ടാറുണ്ട്. കേസിൻ്റെ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല, പക്ഷേ നിയോഗങ്ങൾക്ക് ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അതിനെക്കുറിച്ച് ആകുലതയുമില്ല. ജീവിതത്തിൽ ഇത്രത്തോളം സമാധാനമായിട്ട് ഇതുവരെ ജീവിച്ചില്ല. ഈ ഒരു വർഷ കാലയളവിൽ മാതാവും ഈശോയും ചെയ്തോളും, ഒന്നും ചിന്തിക്കേണ്ടതില്ല, ഏറ്റവും റിലാക്സ്ഡ് ആണ്. അതുപോലെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ ഈശോയുടെയും മാതാവിൻ്റെയും ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിക്കണം എന്നുള്ളതാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാനോ അവരിൽ നിന്ന് അകന്നു പോകാനോ ഒരിക്കലും ഇടയാവരുത് എന്നതാണ് പ്രാർത്ഥന. നിയോഗങ്ങൾ വെക്കുമ്പോഴും ഉടമ്പടി പുതുക്കുമ്പോഴും പ്രത്യേകിച്ച് മാതാവിൻ്റെയും ഈശോയുടെയും ഇഷ്ടം നിറവേറട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ പത്രം വിതരണം ചെയ്യുന്നത് മിക്കപ്പോഴും ഞാൻ ബസ്സിൽ പോകുമ്പോൾ അടുത്തിരിക്കുന്നവരെ പരിചയപ്പെട്ട് സംസാരിച്ച് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് കൊടുക്കാറുള്ളത്. പത്രത്തിന് ഒന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലമൊക്കെ തേച്ച് വചനമൊക്കെ എഴുതിയിട്ടാണ് കൊടുക്കുക. മിക്കപ്പോഴും പിന്നെ നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൈകൊണ്ട് എഴുതി അതിൽ പിൻ ചെയ്ത് വെക്കും. കാരണം ചിലരൊന്നും പ്രാർത്ഥന എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ തുടങ്ങാൻ കൂട്ടാക്കില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് പറ്റുന്നത്രയും. പിന്നെ ചില ഉപ്പ് വേണമെന്ന് തോന്നുന്നവർക്ക് ഉപ്പും മറ്റും കൊടുക്കാറുണ്ട്. വെറുതെ ആർക്കെങ്കിലും അങ്ങനെ കൊടുത്ത് പോവാറില്ല, പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ. കാരണം റിജക്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ പത്രം എവിടെയെങ്കിലും ഇടുന്നതും ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അതുപോലെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് അനാഥാലയങ്ങളിൽ പോവാറുണ്ട്, പിന്നെ വൃദ്ധസദനങ്ങളിൽ പോവാറുണ്ട്, അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ആരെങ്കിലും മുന്നിൽ കൈ നീട്ടി കഴിഞ്ഞാലൊക്കെ ഭക്ഷണമാണ് വേണ്ടതെങ്കിൽ അത്, അല്ലെങ്കിൽ എന്താണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 2 സാമുവേൽ 22:7. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു.
എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. പ്രവീണ എന്ന ഈ സഹോദരിയും മകൾ കൃഷ്ണ ഗൗതമിയും വളരെ സുന്ദരമായ അർത്ഥവത്തായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. ഏതാണ്ട് 12ഓളം അനുഗ്രഹങ്ങളെ അവർ ആ പറഞ്ഞ സാക്ഷ്യത്തിൽ എണ്ണി നമുക്ക് എടുക്കുവാൻ സാധിക്കും. ഓരോന്നും അമ്മ മാതാവ് കൃത്യമായ അടയാളങ്ങളും സാന്നിധ്യങ്ങളും കൊടുത്തുകൊണ്ട് സന്ദേശങ്ങൾ കൈമാറി നയിച്ചുകൊണ്ട് ആ ജീവിത വിഷയങ്ങൾ ഓരോന്നും പരിഹരിക്കുകയും അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്തതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. ചേച്ചി അവസാനം പറഞ്ഞ് നിർത്തിയെടുത്താണ് ശരിക്കും സാക്ഷ്യത്തിൻ്റെ മർമ്മമുള്ളതും. ഞാൻ എഴുതി വെച്ച നിയോഗങ്ങളുടെ പുറകെ പോവാറില്ല. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അമ്മ മാതാവിനെയും ഈശോയെ ഏൽപ്പിക്കും. ഞാൻ റിലാക്സായി ഉടമ്പടി വൃത്തിയോടെ ജീവിക്കുവാൻ എന്ന് ശ്രദ്ധിച്ചിരുന്നുവെന്ന്. ഒരു അക്രൈസ്തവ കുടുംബം ഏതാണ്ട് ഉടമ്പടി ആദ്യമൊന്ന് എടുത്ത് ഉഴപ്പിപ്പോയിട്ട് വീണ്ടും രണ്ടാമത് വന്ന് എടുത്ത് 1 വർഷം തികയുമ്പോൾ എത്ര കണ്ട് ഈശോയെയും അമ്മ മാതാവിനെയും അടുത്തറിയുകയും അനുഭവങ്ങളിൽ ഉൾക്കൊള്ളുകയും അനുഗ്രഹങ്ങളായി ലോകത്തോട് വെളിപ്പെടുത്തുവാൻ തക്കവിധം ജീവിതം റിച്ചാവുകയും ചെയ്തുവെന്ന് നമ്മളോട് പറയുകയാണ്. സഹോദരി സൂചിപ്പിച്ചത് ആദ്യത്തേത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുവാനുള്ള ഹൈക്കോടതി കേസിൻ്റെ വിഷയമായിരുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങളിലേറെ ക്ലേശിച്ചപ്പോൾ അമ്മയുടെ കരങ്ങളിലേക്കാണ് അത് ഏൽപ്പിച്ചു കൊടുത്തത്. അമ്മ മാതാവ് അത് വളരെ നിസ്സാരമായി വേഗതയിൽ ക്ലേശങ്ങളെല്ലാം ഒഴിവാക്കി ആ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ ലഭിക്കേണ്ട സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും യാതൊരു കുറവുമില്ലാതെ അനുവദിച്ച് നൽകിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. സഹോദരി പറയുന്നുണ്ട്, അത് കിട്ടുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായ കാര്യം. അതായത് കൃപാസനത്തിലേക്ക് ഉടമ്പടി എടുക്കാൻ വരുന്നു. കണ്ണൂരിൽ നിന്നായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ട്രെയിനിൽ കയറുമ്പോൾ പ്രയാസമാകുമെന്നറിയാം. അമ്മയോട് പറഞ്ഞു, അമ്മയുടെ അരികിലേക്ക് വരികയാണ്, കാത്തോണമെന്ന്. ഉടനെ ഒരു വ്യക്തി, അന്ധനായൊരു വ്യക്തി അതിലേക്ക് കയറുവാൻ വേണ്ടി സഹായം ചോദിക്കുകയും അത് സഹായിച്ച് ഉള്ളിലേക്ക് കയറ്റിവിടുകയും ചെയ്തത് സൂചിപ്പിക്കുന്നുണ്ട്. സഹോദരി പറയുന്നുണ്ട്, തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിൽ കയറി സ്വസ്ഥമായിരുന്ന് യാതൊരു തിരക്കോ അലച്ചിലോ ഇല്ലാതെ അമ്മ മാതാവ് ഇടം വരെ കൊണ്ടുവന്നു. അതാണ് സംരക്ഷണമെന്ന് പറയുന്നത്. അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു നിയോഗം ഏൽപ്പിച്ചു കൊടുത്താൽ അമ്മ അതിനുവേണ്ടി ആ ഏറ്റവും സാധ്യതയില്ലാത്തിടത്ത് പോലും ഒരു വഴി നമുക്ക് ഒരുക്കിത്തരും എന്ന പ്രത്യാശ. അതോടൊപ്പം നമ്മൾ സെൻസിറ്റീവായിരിക്കണം. നമ്മുടെ അതിന് തൊട്ട് മുമ്പ് ചോദിക്കുന്ന ഒരു ചെറിയ തോണ്ടലാണത്. ഒരു പ്രവൃത്തി നിനക്ക് ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ മനസ്സുണ്ടാകുമോ? വേണമെങ്കിൽ സമയമില്ലെന്ന് പറഞ്ഞു പോകാം, അത് കേട്ടില്ലെന്ന് നടിച്ചു പോകാം, വേണമെങ്കിൽ ഒഴിവാക്കാം, ഏത് മനോഭാവം എടുക്കാം. പക്ഷേ എപ്പോഴും ഓർക്കണം, ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തൊടാറുണ്ട്. അത് അനുഗ്രഹം സ്വീകരിക്കുവാനുള്ള ദൈവിക മനസ്സ് നമ്മളിൽ രൂപപ്പെട്ടിട്ടുണ്ടോ, ദൈവത്തിന് കൊടുക്കുന്നൊരു മനസ്സ് നമ്മളിൽ വളർന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അതെപ്പോഴും നമുക്ക് അനുഗ്രഹത്തിന് കാരണമായിത്തീരും. നമ്മൾ ദൈവത്തോട് കൊടുക്കുന്ന ഡിസ്പോസിഷനാണ് ദൈവത്തിൽ നിന്ന് തിരികെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും വേഗത നൽകുന്നത്. നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി മാത്രം നടക്കുകയും മറ്റാരെയും പരിഗണിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമുക്കത് അനുഗ്രഹങ്ങൾ ലാഗ് ചെയ്യും, ചിലപ്പോൾ അത് കിട്ടാതെ പോകും. അതോടൊപ്പം സഹോദരി സൂചിപ്പിച്ചു, ഒത്തിരി തവണ മഴവില്ല് കാണുകയാണ്, നിരന്തരം മഴവില്ല് കാണുന്നു. അത് അമ്മ മാതാവിൻ്റെ പ്രസൻസാണ്, എല്ലാവരും കാണുന്നതുമല്ലത്. കാരണം അമ്മയോട് അത്ര കണ്ട് ആത്മാവിൽ യോജിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് അമ്മ കൂടെയുണ്ട് എന്ന ഉറപ്പ് മഴവില്ലിലൂടെ നമുക്ക് നൽകുക. അതോടൊപ്പം അത് നമ്മുടെ നിയോഗങ്ങൾക്ക് അനുഗ്രഹത്തിനുള്ള അടയാളം കൂടിയാണ്. മഴവില്ല് കാണുമ്പോൾ നമുക്ക് അതിനോടൊപ്പം തന്നെ എന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നു എന്ന സൂചനയും നമുക്ക് ലഭിക്കാറുണ്ട്. സഹോദരി ചേർത്ത് പറഞ്ഞു, വാഹനത്തെക്കുറിച്ചൊരാലോചനയുണ്ടായിരുന്നു. പ്രൊവേഷൻ പൈസ കിട്ടുമ്പോൾ അത് എടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് അങ്ങനെ എടുക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും വാഹനം കണ്ടെത്തുകയും ചെയ്തു. അത് അപ്പോൾ രണ്ടാമതൊരു കാര്യം കൂടി ചേർത്ത് പറയുന്നുണ്ട്, ഇത്തിരി പണം അതിൽ നിന്ന് മാറ്റി അതിൻ്റെ ടൈലൊക്കെ ഇടാൻ വേണ്ടിയുള്ള ഒരു കാര്യം കൂടി ഒരുക്കി കിട്ടിയാൽ കൊള്ളാമെന്ന്. അത് സഹോദരി സൂചിപ്പിച്ചു. അത് ആ സമയത്താണ് GST കുറഞ്ഞു. അതിൽ നിന്ന് ഇത്തിരി പണം കുറച്ച് പറഞ്ഞതിൽ നിന്ന് കുറച്ചടച്ചാൽ മതിയായിരുന്നു. വാഹനവും ഒപ്പം ആഗ്രഹിച്ച ടൈൽ വർക്കും ഒരുപോലെ ആ പ്രൊബേഷൻ എമൗണ്ടിൽ തന്നെ യാതൊരു മറ്റ് ക്ലേശവുമില്ലാതെ
അമ്മ മാതാവ് കുടുംബത്തിന് വേണ്ടി ഒരുക്കി കൊടുത്തുവെന്ന. ഇതിങ്ങനെ കൈപിടിച്ച് നടത്തുന്നത് പോലെ അനുഗ്രഹം കൂടെ നടന്ന് കൊടുക്കുന്നതാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. അത് പറയുന്നുണ്ട്, എൻ്റെ കൈകളിൽ വാഹനം കിട്ടിയപ്പോൾ കണ്ട കളറ് സിൽവർ ഗ്രേ ആയിരുന്നു. അമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. തിരികെത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ തിരി ഉരുകിത്തിരിയുമ്പോൾ അമ്മയുടെ രൂപമാണ് ഞാനതിൽ കാണുന്നത്. അമ്മയുടെ സാന്നിധ്യത്തെയാണ് വീണ്ടും അത് നമ്മുടെ കരങ്ങളിലേക്ക് ഓർമ്മിപ്പിച്ച് തരുന്നത്. മോളും അതുപോലെ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. എനിക്കൊരു കോഴ്സ് എടുക്കുവാനാവാതെ ഇങ്ങനെ ക്ലേശിച്ച് നിൽക്കുമ്പോൾ ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചത് ഇതാണ്, നാളെ ഞാൻ കേൾക്കുന്ന ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ എന്ത് കോഴ്സ് എടുക്കണം, അതിനെക്കുറിച്ച് അമ്മ എനിക്കൊരു സൂചന തരണം. അതാണ് മകൾ പറഞ്ഞത്. അടുത്ത ദിവസം ആദ്യത്തെ സാക്ഷ്യമെടുത്ത് കേൾക്കുമ്പോൾ ആ ആദ്യം പറയുന്ന കാര്യം ഞാനുമായി ബന്ധമുള്ളതല്ല. എന്നാൽ രണ്ടാമത്തെ കാര്യം പറയുന്നത് BBA എന്നൊരു കോഴ്സായിരുന്നു. എനിക്കപ്പോഴാണ് അത് കത്തിയത്. ഞാനതെനിക്ക് പറ്റുമല്ലോ എന്ന് തോന്നി. ഞാൻ കോഴിക്കോട് ദേവഗിരിയിൽ BBA ഇന്ന് പഠിക്കുന്നുണ്ട്. അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുവെന്ന ഓരോ കാര്യത്തെക്കുറിച്ചും അവർ എന്ത് നിയോഗം പറയുമ്പോഴും കൃത്യമായി പറയും. അത് അമ്മ കൂടെ നടന്ന് ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്നു, നയിക്കുന്നു, കൃത്യമായി അതിന് റിസൾട്ട് നൽകി, ഫലം നൽകി സഹായിക്കുന്നു. രണ്ടുപേരും പറഞ്ഞു, ഡെയിലി ബ്രെഡാണ് ജീവിതത്തിൽ എന്നും സഹായിക്കുന്നത്. എന്തെങ്കിലും ഒരു സങ്കടമുണ്ടെങ്കിൽ അടുത്ത ദിവസം രാവിലെ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ അതുണ്ടായിരിക്കും. ആ ഒരു നിയോഗം ആ പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കുമ്പോൾ അത് കോടതിയിലാവട്ടെ വില്ലേജിലാവട്ടെ ചെല്ലുന്നിടത്ത് അതിൻ്റെ രേഖ, അതിൻ്റെ കാര്യം ഞങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കും. അതുകൊണ്ട് നിയോഗങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമായിട്ടല്ല ഉടമ്പടിയെ കാണുന്നത്. മറിച്ച് അമ്മ മാതാവിനോടും ഈശോയോടും ഐക്യപ്പെട്ട് ജീവിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹമായിട്ട് ഉടമ്പടിയെ കാണുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും അതിൻ്റെ അതാത് സമയങ്ങളിൽ ക്രമപ്പെടുത്തി നൽകുകയും ചെയ്യുന്നുവെന്ന. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തെ സ്വന്തമാക്കലാണ്. ദൈവത്തിൻ്റെ ഉടമസ്ഥതയിൽ നമ്മുടെ ജീവിതം മാറലാണ്. നമുക്കുള്ള ആത്മാവിനെ ദൈവത്തിന് കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ ഓരോ നിമിഷവും ആത്മാവ് വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കലാണ്. മറ്റുള്ളവരോട് നമുക്ക് ലഭിക്കുന്ന ദൈവാനുഭവങ്ങളെ പങ്കുവെച്ചുകൊണ്ട് വിശ്വാസം കുറഞ്ഞവരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും വിശ്വാസമുള്ളവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് നിരന്തരം ശ്രദ്ധിക്കുകയുമാണ്. നമുക്കറിയാം, ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ലോകത്തിന് കൊടുത്ത ഒറ്റ കൽപ്പനയേ ഉള്ളൂ, നിങ്ങൾ എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കുമെന്ന. നമ്മൾ ഏറ്റവും കൂടുതൽ മടിക്കുന്നതും യേശുവിൻ്റെ ഈ മൊഴി ജീവിതത്തോട് സ്വീകരിക്കുവാനാണ്. നമ്മൾ തന്നെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ വേണ്ടി അശക്തരുമായി തീർന്നിരിക്കുന്നു, നാണമുള്ളവരായി തീർന്നിരിക്കുന്നു, അതെന്തോ കുറച്ചിലുള്ള കാര്യമായി തീർന്നിരിക്കുന്നു. ഇത് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന, നമ്മളെ നിരന്തരം പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ പ്രേക്ഷിതരായി ലോകം നിങ്ങൾക്ക് എന്ത് വെച്ചു നീട്ടിയാലും അതിന് അവസാനമുണ്ട്, അതിന് പരിമിതിയുണ്ട്, അതിന് കുറവുകളുണ്ട്. അത് അല്പകാലത്തെ സന്തോഷത്തിനും നേട്ടത്തിന് ശേഷം വിട്ടുപോകുന്നതാവും. ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ അത് ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നിങ്ങൾക്ക് അനുഗ്രഹം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സന്തോഷം, കൈമോശം വരാതെ നിലനിൽക്കുവാൻ നിങ്ങളെ സഹായിക്കുമെന്നാണ്. അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നത് നമ്മൾ എപ്പോഴും ഓർക്കണം, കാര്യം നേടുവാൻ വേണ്ടിയല്ല, മറിച്ച് ഇതിൻ്റെയൊക്കെ ഉടയവനായ കർത്താവിനെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് അവനെ നഷ്ടപ്പെടാതെ ജീവിക്കുവാൻ വേണ്ടിയാണ് നാം ഉടമ്പടിയിൽ ഓരോ ദിവസവും ശ്രദ്ധിക്കേണ്ടതും അതിനുവേണ്ടിയാണ് നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതും. ഈ കുടുംബത്തിന് അമ്മ മാതാവിലൂടെ ഈശോയുടെ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക്, ആത്മീയ ബോധ്യങ്ങൾക്ക്, ദൈവ സാന്നിധ്യത്തിന് എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.